നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. 64 ദിവസമായി തുടരുന്ന പാലിയേക്കരയിലെ ടോൾ പിരിക്കുന്നില്ല. റോഡിലെ ഗതാഗതക്കുരുക്ക് പതിവായതോടെയാണ് ഹൈക്കോടതി ടോൾ പിരിക്കുന്നത് നിർത്തി ഉത്തരവിട്ടത്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. മുനക്കൽ ബീച്ചിൽ പോർട്ട് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ കത്തിനശിച്ചു. എരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു. പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ്. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിൽ ജീവനക്കാരനായ കാളീശ്വരനാണ് ആക്രമണത്തിനിരയായത്. കൊരട്ടിമുത്തിയുടെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. നേർച്ചയ്ക്കുള്ള പൂവൻ കായക്കുലകൾ എത്തിത്തുടങ്ങി. എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി നിർത്തിയിട്ടു. നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് ആണ് നിർത്തിയിട്ടത്. ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് തകർന്നു. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. അപകടത്തിൽ ഗേറ്റ് റെയിൽവേ വൈദ്യുതി ലൈനിലേക്ക് വീണ് വൈദ്യുതി ബന്ധം നിലച്ചു. 50ഓളം കേസുകളിലെ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി. കൊല്ലം കടക്കൽ സ്വദേശി പ്രവീണിനെയാണ് അറസ്റ്റ് ചെയ്തത്. കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അഭിജിത്ത്, കണ്ണൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കേരള പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിലെത്തിയ ഡിജിപിയെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ടൗൺ ഹാളിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം ഒലിച്ചിയിൽ അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശമംഗലം പള്ളം സ്വദേശി പയ്യാൻചോലയിൽ 45 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. ശബരിമലയിലെ സ്വത്തുക്കളും ഭക്തരുടെ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറപ്പൂരിൽ പ്രതിഷേധ സംഗമം നടത്തി. പ്രതിഷേധ സംഗമം അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി എടവിലങ്ങ് കാതിയാളം യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും വെൽഫെയർ പോയിന്റ് ജനസേവന കേന്ദ്രം വാർഷികാഘോഷവും ആദരവും നടന്നു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ. അതിൽ തെറ്റാ കിടക്കണത്, മാറ്റിയില്ല, ഞാൻ മാറ്റാൻ പറഞ്ഞിട്ട്. അല്ലേ, ഇതിൽ തെറ്റാ കിടക്കണത്, പക്ഷെ അത് മാറ്റാൻ ഞാൻ പറഞ്ഞതാ, പക്ഷെ മാറ്റിയില്ല. ജ്യോതി അങ്ങനെ തോന്നുന്നു. വെൽഫെയർ പാർട്ടി എടവിലങ്ങ് കാതിയാളം യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും വെൽഫെയർ പോയിന്റ് ജനസേവന കേന്ദ്രം വാർഷികാഘോഷവും ആദരവും നടന്നു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിലെ ലാലൂർ ബക്കർ റോഡിൽ റോഡ് നവീകരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റൂസി ഉദ്ഘാടനം നിർവഹിച്ചു. സുപ്രീം കോടതിക്കുള്ളിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായിയെ ചെരിപ്പറിഞ്ഞ് അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് നടവരമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി. ഇരിങ്ങാലക്കുട കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് PK നാരായണൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പാചകപ്പുരയുടെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷാബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കൊടകര പഞ്ചായത്തും സംയുക്തമായി നടത്തിയ കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. CPM നേതാവായിരുന്ന KK മാമക്കുട്ടിയുടെ 9ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ നടന്നു. CPM വെങ്കിടങ്ങ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു.
അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ ആലുക്കപ്പാടം നഗറിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചർച്ച സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം 27 നടക്കുന്ന സ്കന്ദഷഷ്ഠി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. TP ഗിരീശൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. ഒറ്റപ്പാലം അമ്പലപ്പാറ പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പോലീസിനെ തള്ളിയിട്ട് വിലങ്ങുമായി ഓടി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്ക് ശേഷം ചേർപ്പ് പോലീസ് പിടികൂടി. ലഹരി കേസിലെ പ്രതി ചൊവ്വൂർ സ്വദേശി ജിനു ജോസാണ് പിടിയിലായത്. ജിനു ജോസിനെ രക്ഷപ്പെടാൻ സഹായിച്ച കൂട്ടാളികളും പോലീസ് പിടിയിലായി. തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചേർപ്പ് ഉപജില്ലാ കായികമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ചേറ്റുവയൽ ചെറുമത്സ്യങ്ങളെ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പിടികൂടി. മുനയ്ക്കക്കടവ് ചെറുവത്തൂർ വീട്ടിൽ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സീസ്റ്റർ ബോട്ടാണ് പിടിച്ചെടുത്തത്. ബോട്ട് ഉടമയിൽ നിന്നും 98,000 രൂപ പിഴ ഈടാക്കി. സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ നടത്തുന്ന ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി അന്തിക്കാട് പഞ്ചായത്തിൽ നിന്ന് 19 കിലോ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നം പിടിച്ചെടുത്തു. പരിശോധനയ്ക്ക് ജോയിന്റ് BDO AV സന്ദീപ്, എക്സ്റ്റേഷൻ ഓഫീസർ അജിത് രാജ്കുമാർ, ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MB ബിനോയ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ലോക മാനസികാരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 41ാമത് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനി ഞായർ ദിവസങ്ങളിൽ അയ്യന്തോൾ ഉദയ നഗർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടക്കും. വിവിധ വിഭാഗങ്ങളിൽ 420ഓളം പേർ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ശനി തിങ്കൾ ദിവസങ്ങളിൽ ജില്ലയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു നയിക്കുന്ന ജാഥ ശനിയാഴ്ച രാവിലെ 9:30 ചേലക്കരയിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റെസ്ലിംഗ് മത്സരത്തിൽ 97 കിലോഗ്രാം വിഭാഗത്തിൽ MR റയീസുദ്ദീൻ സ്വർണം നേടി. മാർമില്ലി MES കോളേജിനു വേണ്ടിയാണ് റയീസുദ്ദീൻ മത്സരിച്ചത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചേമ്പിൽ ചന്ദ്രൻ സ്മാരക കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും വികസന രേഖയുടെ പ്രകാശനവും തിങ്കളാഴ്ച നടക്കും. മുരളി പെരുന്നലി MLA ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.